ഈ ക്രിയാറ്റിനിനെ പറ്റിയുള്ളതാണ് പൊതുവെ എല്ലാവർക്കുമുള്ള ഒരു പിക്ചർ. അപ്പം ക്രിയാറ്റിനിൻ്റെ വാല്യൂസ് കൂടുകയാണെങ്കിൽ അതൊരു ഡാമേജ്, കിഡ്നിയുടെ കണ്ടീഷൻ ഡാമേജ് ആവുന്നു എന്നുള്ളതാണ്. പക്ഷെ ഇപ്പം പറഞ്ഞല്ലോ, ഈ ക്രിയാറ്റിനിൻ അല്ല GFR-ഉം പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയാറ്റിനിൻ അല്ലെങ്കിൽ GFR അല്ലെങ്കിൽ ബാക്കിയുള്ള ആ ഒരു കണ്ടീഷൻസൊക്കെ അത് എന്താണ് ശരിക്കും പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്? ക്രിയാറ്റിൻ എന്ന് പറയുന്നത് വളരെ നമുക്ക് അത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് അല്ല. അതിനെ ബേസ് ചെയ്ത് ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് GFR. ഈ GFR എന്ന് പറഞ്ഞത് ഒരു കാൽക്കുലേഷൻ ആണ്. അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മളുടെ കിഡ്നിയുടെ ബ്ലഡ് അരിച്ച് വേസ്റ്റ് മാറ്റുകയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ആ അരിച്ച് വേസ്റ്റ് മാറ്റാനുള്ള എത്ര ബ്ലഡ് കിഡ്നിയിൽ കൂടെ കയറി വരുന്നുണ്ടെന്നുള്ളതിന്റെ ഒരു കണക്കും കൂടെയാണ് വരുന്നത്. ബേസിക്കലി നമ്മളുടെ ബ്ലഡ് അറൗണ്ട് 300 ടൈംസ് ഓരോ ദിവസവും അരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് 5 to 6 ലിറ്റേഴ്സ് ഓഫ് ബ്ലഡ് ആണുള്ളത്. അപ്പം ഇത്രയും വരുമ്പോഴേക്കും ഒരു 200 to 300 ലിറ്റർ ഓഫ് ബ്ലഡിനെയാണ് കിഡ്നി മരിക്കുന്നത് ഓരോ ദിവസവും. കിഡ്നിയുടെ ഏറ്റവും ഓരോ കിഡ്നിയും ഏകദേശം 1 to 1.5 ലാക്സ് നെഫ്രോൺസ് ആണ്, സ്മോൾ യൂണിറ്റ്സ് ആണ്. കിഡ്നിയുടെ ബേസിക് ഫങ്ഷണൽ യൂണിറ്റ്സിനെ പറയുന്നത് നെഫ്രോൺസ് ആണ്. അപ്പൊ ഈ നെഫ്രോൺസിന്റെ ആ നമ്പർ കുറയുന്നതനുസരിച്ചായിരിക്കും കിഡ്നി ഫങ്ഷനും കുറഞ്ഞു വരുന്നത്. അപ്പം പലർക്കും തന്നെ ജന്മനാ ചിലപ്പം നെഫ്രോൺസിന്റെ നമ്പർ കുറവായിരിക്കാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ നെഫ്രോൺസിന്റെ നമ്പർ കുറയുകയോ അതിന്റെ ഹെൽത്ത് കുറയുകയോ ചെയ്യുമ്പോൾ ഈ ഫിൽട്രേഷൻ റേറ്റ് കുറയും. അതിനെയാണ് നമ്മൾ GFR വെച്ചിട്ട് മനസ്സിലാക്കുന്നത്. അപ്പം അത് വളരെ നേരത്തെ തന്നെ അറിയാൻ പറ്റും. ശരിക്കും ഒരു 0.1 or 0.2 വേരിയേഷൻ ഇൻ ക്രിയാറ്റിൻ വരുമ്പോൾ തന്നെ അത് 10 or 15 ഒക്കെ ആയിരിക്കും GFR-ൽ വരുത്തുന്ന വ്യത്യാസം. അപ്പൊ അത് നേരത്തെ കണ്ടുപിടിച്ച് അതുകൊണ്ടാണ് മോർ സെൻസിറ്റീവ് GFR ആണെന്ന് പറയുന്നത്. അപ്പം GFR നമ്മൾ എപ്പോഴും റീനൽ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പം നമ്മൾ സ്വയമായിട്ട് പോയി ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ചോദിക്കണം ക്രിയാറ്റിൻ, യൂറിക് ആസിഡ്, ബ്ലഡ് യൂറിയ, GFR കിട്ടുമോ എന്ന് ചോദിക്കുക. GFR ഉണ്ട്, അത് 90ക്ക് മുകളിലായിരിക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അത് ഒരു ക്രിയാറ്റിൻ ഒരു 1.5 എത്തുമ്പോഴേക്കും തന്നെ നമ്മൾ കിഡ്നി സ്റ്റേജ് 3ാമത്തെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഒരു ക്രിയാറ്റിൻ ഒരു 2 എത്തുമ്പോഴേക്കും നമ്മൾ 1.2 അല്ലേ നോർമൽ, എനിക്ക് 2 അല്ലേ ഉള്ളൂ എന്ന് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. കാരണം ക്രിയാറ്റിന് 1.5 ഒക്കെ എത്തുമ്പോഴേക്കും നമ്മളുടെ ശരിക്കുള്ള റീനൽ ഫംഗ്ഷൻ്റെ ഒരു 1/3 പോലും മിച്ചം ഉണ്ടാവില്ല. അപ്പം അത് വളരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് GFR നമ്മൾ എപ്പം കിഡ്നി ഫംഗ്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും GFR പ്രത്യേകിച്ച് ചോദിക്കുക. അത് 90ക്ക് താഴെയാണ്, ഒരു 80സിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് അതിന് പരിഹാരം എന്താണെന്ന് നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ ഫാസ്റ്റായിട്ട് അത് കുറഞ്ഞു പോയെന്നിരിക്കും. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.